Good morning. Today we will be discussing a very interesting portion of HTML, that is how to insert images, music, videos, or what are the different types of special type characters that can be displayed in the web page, etc. will be discussed today. So first we are moving on to discuss how to insert images in HTML. Okay. So to insert images in HTML, we are using the tag img. The first very important point to be noted in the tag img is it is an empty tag. Okay. So img ke endu venda empty tag ayidonde opening tag matram madi, closing tag avashyamilla. It is an empty tag. Okay. So the various attributes of img are, first one is src. SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് IMG-നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ എന്താണ് SRC-യുടെ പ്രത്യേകത? SRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ പാത്ത് വെയർ ദ ഇമേജ് ഫയൽ ഇസ് സ്റ്റോർഡ്. എവിടെയാണോ ഇമേജ് ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇമേജ് ഫയലിൻ്റെ ലൊക്കേഷൻ കൊടുക്കാനായിട്ട് എന്നെ സഹായിക്കുന്ന ആട്രിബ്യൂട്ടാണ് SRC. സോ SRC ഈസ് യൂസ് ടു സ്പെസിഫൈ ദ പാത്ത് where the image is stored. Second one is width. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. Width is used to specify the width of the image. ഒരു ഇമേജിൻ്റെ width എത്ര വേണം എന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് width ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത്. മുന്നേ നമ്മൾ പറഞ്ഞ പോലെ it can be given in pixels or in the percentage of its actual size. ആ ഇമേജിൻ്റെ സൈസ് എത്രയാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ്, ആക്ച്വൽ ആയിട്ടുള്ള സൈസ് എത്രയാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അത് പിക്സൽസ് ആയിട്ട് കൊടുക്കാം. ഓക്കെ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ഹൈറ്റ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു സ്പെസിഫൈ ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. ഹൈറ്റ് ക്യാൻ ഓൾസോ ബി ഗിവൺ ഇൻ പിക്സൽസ് ഓർ ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ആക്ച്വൽ സൈസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അലൈൻ. അലൈൻ എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട് അലൈനിൽ. Here also we can align the image. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് അലൈൻ ചെയ്യുന്നത് അനുസരിച്ചിട്ടാണ് നമ്മൾ അലൈൻ പറയുന്നത്. ഓക്കെ. സോ അലൈൻ ഈസ് ഈക്വൽ ടു ബോട്ടം മീൻസ് the image will be aligned, the bottom of the image will be aligned with the baseline of the text. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഇമേജിൻ്റെ ബോട്ടം സൈഡ് ആയിരിക്കും നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ഒരേ ലെവലിൽ നിൽക്കുന്നത്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ ബോട്ടം ഓഫ് ദി ഇമേജ് ഈസ് അലൈൻഡ് വിത്ത് ദ ബേസ് ലൈൻ ഓഫ് ടെക്സ്റ്റ്. നമ്മൾ പറയാം നമ്മളുടെ ഇമേജിൻ്റെ ബോട്ടം ആയിരിക്കും നമ്മുടെ ടെക്സ്റ്റുമായിട്ട് ഒരേ ലൈനിൽ വരുന്നത്. അതാണ് അലൈൻ ഈസ് ഈക്വൽ ടു ബോട്ടം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട്സ് ദ മീനിങ് ഓഫ് അലൈൻ ഈസ് ഈക്വൽ ടു മിഡിൽ? നമ്മളുടെ ഇമേജിൻ്റെ മിഡിലായിരിക്കും നമ്മുടെ ടെക്സ്റ്റുമായിട്ട് നമ്മൾ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നതുമായിട്ട് അലൈൻ ചെയ്തു വരുന്നത് നമ്മളുടെ ഇമേജിൻ്റെ മിഡിൽ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ നടുക്കത്തെ ഭാഗമായിരിക്കും അലൈൻ ചെയ്തു വരുന്നത്. ഓക്കെ. ആൻഡ് അലൈൻ ഈസ് ഈക്വൽ ടു ടോപ്പ് മീൻസ് the top of the image will be aligned with the baseline of the text. Baseline എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് എവിടെയാണോ ആ ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നതും നമ്മളുടെ ഇമേജിൻ്റെ ഇമേജിൻ്റെ ടോപ്പുമായിരിക്കും ഒരേ ലെവലിൽ വരുന്നത്. അതാണ് അലൈൻ ഈസ് ഈക്വൽ ടു ടോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ദ V space. I have already said V stands for vertical. അപ്പോൾ here V space is used to specify the vertical spacing between two images. രണ്ട് ഇമേജസ് തമ്മിലുള്ള വെർട്ടിക്കൽ സ്പേസിങ് എത്ര വേണം എന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? V സ്പേസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ H സ്പേസ്. H സ്റ്റാൻഡ്സ് ഫോർ ഹൊറിസോണ്ടൽ. അപ്പോൾ രണ്ട് ഇമേജസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പേസിങ് എത്ര വേണം H സ്പേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ദ ബോർഡർ. ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ തിക്നെസ് ഓഫ് ദി ബോർഡർ. ഒരു ഇമേജിൻ്റെ ബോർഡർ എന്താണോ അതിൻ്റെ തിക്നെസ് എത്ര വേണമെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് ബോർഡർ ഉപയോഗിക്കുന്നത്. ഹിയർ ALT means alternate text. Okay. So some browsers does not support the images we have given. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജസ് ചിലപ്പോൾ ചില ബ്രൗസേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് വേണം? ഈ ബ്രൗസർ ആ ഇമേജിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനായി ഒരു ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് എനിക്ക് കൊടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ഓൾട്ട് എന്ന് പറയുന്നത്. സോ ഓൾട്ട് ആട്രിബ്യൂട്ട് ഈസ് യൂസ് ടു സ്പെസിഫൈ ടെക്സ്റ്റ് in which case if the browser does not support the image we have given in the document. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമേജ്
പർട്ടിക്കുലർ ബ്രൗസർ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യാം. ആ ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് alt എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ഐ ഹാവ് റിട്ടൺ എ പ്രോഗ്രാം to illustrate the example of an image, spacing, alignment, etc. So here I have given a heading tag. First one is align is equal to center, heading align is equal to center, image aligning. Next I have given an img എന്ന് പറയുന്ന ഒരു ടാഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തു, ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുത്തു. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചോ, align is equal to bottom. സോ എന്ത് സംഭവിക്കണം, ഇമേജിന്റെ ബോട്ടവും എൻ്റെ ടെക്സ്റ്റുമായിട്ട് ഒരേ ലൈനിൽ വരണം. ഓക്കെ, next one is I have given the align is equal to image, so my middle of my image should be aligned with the baseline of the text. And next I have given as align is equal to top, so the top of the image should be aligned with the baseline of the text. In the similar way I have given the border is equal to first 5 for the first image, border is equal to 10 for the second image, border is equal to 20 for the third image. Height is 50 and width is 50. The height of the image is 50 as well as the width of the image is 50. And in the second one I'm going to illustrate the example of vSpace. So I should insert 2 images. Okay, so vSpace means the vertical spacing between images. Okay, so here first ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ vSpace 10 കൊടുത്തു, അതായത് വെർട്ടിക്കൽ സ്പേസ് അവിടെ 10 വരണം എന്ന് കൊടുത്തു. രണ്ടാമത്തെ ഇമേജും ഞാൻ ഹൈറ്റും വിഡ്ത്തും 50 കൊടുത്തിട്ടുണ്ട്, അവിടെയും വെർട്ടിക്കൽ സ്പേസ് 10 എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഐ എം just going to the Gianni editor. I have already typed the program here, the same program I have typed here. I'm going to execute the program. So this is the output of the program. See, this is the output of the program. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് അലൈൻ ഈസ് ഈക്വൽ ടു ബോട്ടം ആയിരുന്നു. ശ്രദ്ധിച്ചോളാം, ഇമേജിൻ്റെ ബോട്ടവും ടെക്സ്റ്റും ഒരേ ലൈനിൽ വരുന്നു. The bottom of the image is aligned with the baseline of the text. Second one, middle ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. So the middle of the image is aligned with the baseline of the text. Third, I have given as align is equal to top. So the top of the image is aligned with the baseline of the text. Clear? And in the first case I have given the border as 5, in the second case I have given the border as 10, and in the third case I have given the border as 20. അപ്പോൾ ഇതാണ് ആദ്യത്തെ aligned example. Image aligning, heading tag, image aligning. It was aligned in center, so the image aligning is displayed in the center of the web page. Clear? And next I am going to show you how we can insert images, vertical v-spacing between images. ഇവിടെ ഞാൻ 2 ഇമേജസ് കൊടുത്തിരുന്നു. ആ 2 ഇമേജസും തമ്മിലുള്ള വെർട്ടിക്കൽ സ്പേസിംഗ് 10 ആണെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ 10 വെർട്ടിക്കൽ സ്പേസിംഗ് ആയിട്ടാണ്, അതായത് വെർട്ടിക്കൽ ആയിട്ടുള്ള സ്പേസിംഗ് 10 ആയിട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എക്സാമ്പിൾ ഓഫ് വി സ്പേസിംഗ് ബിറ്റ്വീൻ ഇമേജസ്. ക്ലിയർ? ഓക്കെ, so we are going to the next portion, how to insert music and video. So to insert music and video we are using the same tag. The tag is embed tag, EMBED എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മ്യൂസിക്കും വീഡിയോസും ഇൻസേർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ കണ്ടെയ്നർ ടാഗ്. അപ്പോൾ ഒരു ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിലും ഒരു ക്ലോസിംഗ് ടാഗിൻ്റെ ഉള്ളിൽ മാത്രമേ എന്തിനു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, എംബഡ് ടാഗിന് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. It is used to add music and videos to the web page. Okay, so next we are going to discuss about the attributes of embed tag. Here also we are using src. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. It is used to specify the path of the file where the music or video is stored. മ്യൂസിക്കും വീഡിയോയും എവിടെയാണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാത്ത് കൊടുക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, src ഉപയോഗിക്കുന്നത്. Okay, next one is height, used to specify the height of the file. Width is used to specify the width of the file. Align, it is used to specify where it should be displayed, whether it should be displayed in the left side, right side, middle, etc. അപ്പോൾ ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 3 പോയിന്റ്സുകൾ തന്നെയാണ് ഇവിടെയും, 4 പോയിന്റ്സുകൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അഞ്ചാമത്തെ നമുക്ക് നോക്കാം, ഹിഡൻ. അപ്പോൾ ഹിഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, hidden means whether this music or the video should be displayed in the web page. അവിടെ ഓൾറെഡി അവിടെ ഉണ്ടാവും, പക്ഷേ യൂസറിന് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണോ വേണ്ടയോ
എന്ന് കാണിക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് എന്തെന്ന് പറയുന്നത് ഹിഡൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിഡൻ ഈസ് ഈക്വൽ ടു ട്രൂ മീൻസ് വാട്ട് ഇസ് മീനിങ് ഓഫ് ഹിഡൻ ഈസ് ഈക്വൽ ടു ട്രൂ? The music or video file will be displayed or will be visible to the user. Okay, and hidden is equal to false means what? ആ ഫയൽ എംബഡഡ് കമ്പോണന്റ് എന്തായിരിക്കില്ല, യൂസറിന് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഹിഡൻ ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞാൽ അത് വിസിബിൾ ആയിരിക്കും, ഹിഡൻ ഈസ് ഈക്വൽ ടു ഫോൾസ് എന്ന് പറഞ്ഞാൽ അത് വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ടാഗ് നോ എംബഡ്. നോ എംബഡ്, എംബഡ് വേണ്ട എന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓൾട്ടിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചില ബ്രൗസേഴ്സ് എംബഡ് ടാഗ് സപ്പോർട്ട് ചെയ്യില്ല. Okay, some browsers will not support embed tag. In that situation, we can use no embed tag. So actually, no embed tag does the job of the no embed tag is only to give message to the user. ഇവിടെ നമ്മൾ attribute അല്ല ഈ no embed എന്ന് പറയുന്നത്, ഇവിടെ no embed എന്ന് പറയുന്നത് ഒരു ടാഗ് ആണ്. അപ്പോൾ ഈ ടാഗിന്റെ, ഈ ഓപ്പണിംഗ് ടാഗിന്റെയും ഈ ക്ലോസിംഗ് ടാഗിന്റെയും, നോ എംബഡ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ടാഗിന്റെയും ക്ലോസിംഗ് ടാഗിന്റെയും ഇടയ്ക്ക് എന്താണോ എഴുതിയിരിക്കുന്നത് അത് യൂസറിന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. എപ്പോൾ, ഏത് സിറ്റുവേഷനിൽ? ഇഫ് ദ ബ്രൗസർ ഡസ് നോട്ട് സപ്പോർട്ട് ദി എംബഡ് ടാഗ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് it is the next tag is used to show how to play a background music. നേരത്തെ നമ്മൾ മ്യൂസിക് കൊടുക്കാനായിട്ട് ഏത് ഉപയോഗിച്ചു? എംബഡ് ടാഗ് ഉപയോഗിച്ചു. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മ്യൂസിക് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പേജിൽ റൺ ചെയ്തു പോകും. ദ ടാഗ് യൂസ് ടു പ്ലേ ദ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈസ് BG sound, background BG sound. Okay, so the various attributes of BG sound is volume. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. വോളിയം എത്ര വേണം BG അത് കൊടുക്കാനായിട്ട്? വോളിയം. SRC same thing is used to specify the path of the file. href, this is a new attribute to you. href എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്, അതായത് ഒരു മ്യൂസിക്കിന്റെ ലിങ്ക് ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ആ ലിങ്ക് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് href ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ href is used to give the path of the link. Clear? Next one is loop. ഇവിടെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട് mark you. അവിടെ എന്തായിരുന്നു ലൂപ്പ്? ഇറ്റ് ഈസ് യൂസ് ടു സ്പെസിഫൈ ഹൗ മെനി ടൈംസ് മാർക്ക് യു ഷുഡ് ബി ഡിസ്പ്ലേഡ്. മാർക്ക് യുയുടെ ലൂപ്പ് അതായിരുന്നു. ഓക്കെ, ഹിയർ ഓൾസോ ലൂപ്പ് ഈസ് യൂസ് ടു സ്പെസിഫൈ ദ ഡ്യൂറേഷൻ ഓഫ് ദി പ്ലേ. എത്ര സമയം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യണം എന്ന് കാണിക്കാനായിട്ടാണ്, എന്ന് കൊടുക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലൂപ്പ് ഉപയോഗിക്കുന്നത്. ബൈ ഡിഫോൾട്ട് ഇൻ ദ സെയിം വേ ആസ് ഇൻ ദ കേസ് ഓഫ് മാർക്ക് യു, ഹിയർ ഓൾസോ ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് ഇൻഫിനിറ്റ്. ഇവിടെയും ലൂപ്പിന്റെ വാല്യൂ ഡിഫോൾട്ട് ആയിട്ട് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. Clear? Okay, so here I have written a program to illustrate the example of embed. ഇവിടെ ഞാനൊരു എംബഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്. ആ എംബഡ് ടാഗ്, ആദ്യത്തെ എംബഡ് ടാഗ് മ്യൂസിക് പ്ലേ ചെയ്യാനായിട്ടാണ്, രണ്ടാമത്തെ MP3 ആണ് മ്യൂസിക് പ്ലേ ചെയ്യാൻ. ഇറ്റ് വാസ് എൻക്ലോസ്ഡ് വിത്തിൻ ഇറ്റ് ഈസ് ഗിവൺ വിത്തിൻ ദ ഓപ്പണിംഗ് ടാഗ് എംബഡ് ആൻഡ് ദി ക്ലോസിംഗ് ടാഗ് എംബഡ്. ഓക്കെ, നെക്സ്റ്റ് ഐ ഹാവ് ഗിവൺ ദി വീഡിയോ ടാഗ്. ഹിയർ MP4 ആണ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ദി Gianni editor. I have already typed here. Okay, so I am going to execute this program. This is our output. This is a music file. This is a video file. So I am just going to play the music file. This is a video file, and I'll just be a few years older than maybe your senior students. So my hope is that in the ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് at least a few students here would be inspired by the message that I have to deliver, and it leaves a mark on at least a few of you and changes your life in some way. Okay. So hope all of you have understood about how to insert the music and video. So next we are going to look how we can include reserved characters in HTML. So reserved characters is somewhat familiar to our escape sequences in C++. C++ലുള്ള എസ്കേപ്പ് സീക്വൻസിനോട് സിമിലർ ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സാണ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർവ്ഡ് ക്യാരക്ടർ എന്താണ് എസ്കേപ്പ് സീക്വൻസിൻ്റെ പ്രത്യേകത? ചില ക്യാരക്ടേഴ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല.
അത് കൊടുക്കാനായിട്ട് നമ്മൾ ആ ക്യാരക്ടേഴ്സ് കൊടുക്കാനായിട്ട് നമ്മൾ ആരുടെ സഹായം തേടുന്നു? എസ്കേപ്പ് സീക്വൻസസിൻ്റെ സഹായം തേടുന്നു. അതേപോലെ തന്നെ ചില ക്യാരക്ടേഴ്സ് HTML ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. HTML ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? ആ ക്യാരക്ടേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് റിസർവ്ഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ ഇഫ് ഐ വാണ്ട് ടു include the reserved characters in the HTML, we have to use some syntax. That syntax is ampersand, the code for that special characters or the code for the special reserved characters, and it should be followed by the semicolon. Okay, അപ്പോൾ ആംബർസാൻഡ് എന്ന സിമ്പിൾ വേണം, അതിനുശേഷം ആ റിസർവ്ഡ് ക്യാരക്ടറിന്റെ കോഡ് എന്താണോ ആ കോഡ് കൊടുക്കണം, അതിനുശേഷം ഒരു സെമികോളൻ കൊടുക്കണം. സോ ഐ ഹാവ് റിട്ടൺ സം ഓഫ് ദി reserved characters in HTML, not all the characters. There are lots of reserved characters in HTML. Some important reserved characters I have given here. The first one is space. Okay, അപ്പോൾ സ്പേസ് നമുക്ക് കൊടുക്കാനായിട്ട്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പേസ് കൊടുക്കണമെങ്കിൽ we have to use ampersand NBSP semicolon. NB stands for non-blank space. For a non-breaking space കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ampersand NBSP semicolon. Next one is double quotes. Double quotes കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ampersand QUOT semicolon. We have to type as ampersand QUOT semicolon. So which character will be displayed? The reserved character. Double quotes will be displayed. Next one is a single quotes, ampersand APOS. For single quotes APOS semicolon. To display ampersand itself, ampersand തന്നെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ampersand AMP semicolon. To display less than sign, ampersand LT semicolon. To display greater than sign, ampersand GT semicolon. To display the copyright sign, നമുക്ക് സ്ഥിരമായിട്ട് വെബ് പേജിലൊക്കെ കാണുന്ന ഒരു റിസർവ്ഡ് ക്യാരക്ടറാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സിമ്പിൾ. ആ സിമ്പിൾ കിട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ampersand copy semicolon. നെക്സ്റ്റ് വൺ വീണ്ടും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ടേമാണ് TM, ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്കിന്റെ സിമ്പിൾ കിട്ടാൻ ampersand trade semicolon. രജിസ്റ്റേർഡ് സിമ്പിൾ കിട്ടാൻ ആറും അതിന് ചുറ്റും ഒരു വട്ടം കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ampersand REG semicolon. Okay, so I have typed an example of HTML entities or the HTML reserved characters. Here I have written to display the registered symbol, trademark symbol and the copyright symbol. Sample ആയിട്ട് ഞാൻ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്, registered symbol, trademark symbol and the copyright symbol. നമുക്ക് അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. Okay, so I am going to execute the program. So this is the output. See, registered symbol here. The data or the text registered symbol is displayed. Registered symbol. അതിനുശേഷം നമ്മൾ ampersand REG semicolon കൊടുത്തു. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് since ampersand REG semicolon is typed here, automatically the registered symbol will be displayed. And in the next sentence I have given as trademark symbol. The text trademark symbol is displayed. Ampersand trade. Since I have given ampersand trade semicolon, TM symbol will be displayed. And the third is copyright symbol. Text അതേപോലെ തന്നെ copyright symbol എഴുതി ആ സിമ്പിൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ampersand copy semicolon എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് they have displayed, or the web page have displayed the copyright symbol. Clear? Okay. So next we are going to the last portion, adding comments in HTML. So all of you know what is the what's the definition of comments, and there is no need to explain it again. So to add comments in HTML, we have to give as tag exclamation mark followed by 2 lines. ആ ലൈൻ ഇവിടെ ക്ലിയർ അല്ല, യഥാർത്ഥത്തിൽ ഇവിടെ 2 ലൈനാണ് ഇവിടെ ഉള്ളത്. ഒരു എക്സ്ക്ലമേഷൻ മാർക്കും 2 ലൈൻസും. ഓക്കെ, അതിനുശേഷം കമന്റ് എഴുതുക, ഫോളോഡ് ബൈ 2 lines, 2 line and the tag angle brackets. അപ്പോൾ ടാഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്ക്ലമേഷൻ മാർക്കും 2 ലൈനുമാണ് ടാഗ് എന്ന് പറയുന്നത്. ആ കമന്റ് എഴുതി കഴിയുമ്പോൾ എന്ത് കൊടുക്കുക? 2 ലൈൻ ഇട്ട് ക്ലോസ് ചെയ്യുക. So HTML comments are placed within exclamation mark 2 lines, followed by the comments, followed by 2 lines, and this content will be ignored by the browser. This content will not be displayed in the web page. It is only given for the who?
It is only given for the user to, it is only given for the programmer to understand about the program. Clear? Okay. So hope all of you have understood today's portions. In the next class, we will be discussing the very important portion of HTML, list in HTML. Okay. Thank you.